ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളിതേ പോണത് നെല്ലിയാമ്പതിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ അമ്മ ഹോളിഡേയ്സിൻ്റെ പാക്കേജ് തന്നെയാണ് നെല്ലിയാമ്പതിക്ക്. അപ്പോൾ രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഭക്ഷണവും അടങ്ങിയിട്ടുള്ള ഒരു മനോഹരമായ യാത്രയാണ്. നമ്മളെ ഇന്നത്തെ പാർട്ടിക്കാരെന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് CDS മെമ്പേഴ്സായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തിരിച്ചു. പാലക്കാട് കംപ്ലീറ്റ് കോടമഞ്ഞാൽ മൂടി കിടക്കുന്ന അടിപൊളി കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവിടെ ഗംഭീര ബ്ലോക്കാണ്. കാരണം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ ഒരു ചെറിയ 2 കുട്ടിയാനകൾ റോട്ടിലിറങ്ങി നിൽക്കുന്നുണ്ട്. റോട്ടിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ടു. അതിമനോഹരമായിരുന്നു. നിൽക്കണു ഇവരാണ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അരമണിക്കൂർ നേരം നെല്ലിയാമ്പതിനെ നിശ്ചലമാക്കിയ 2 ആൾക്കാർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് യാത്ര തിരിച്ചു. അങ്ങനെ നെല്ലിയാമ്പതി ഇപ്പോൾ നമുക്ക് റോഡൊക്കെ ഭയങ്കര മോശമാണ് മുകളിൽ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലിട്ട് അവരവിടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വന്നു. തിരിച്ച് വരുമ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണിത്. ഒരു കുരങ്ങൻ ഗ്ലാസ് തുറക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ നടക്കണില്ല. അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ താമരപ്പാടം കാണാനായിട്ടാണ്. അപ്പോൾ ഒരുപാട് സമയം വൈകിയത് കൊണ്ട് തന്നെ നമ്മൾ താമരപ്പാടത്ത് നമ്മൾ അവസാനിപ്പിച്ചു. സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ 5:30 ക്ലോസ് ചെയ്യണ കാരണം കൊണ്ട് ആരും അങ്ങോട്ട് പോയില്ല. നല്ല തിരക്കായിരുന്നു. താമരപ്പാടമൊക്കെ നല്ല ഫുൾ ബ്ലോക്കായിട്ട് നിൽക്കുമായിരുന്നു. നമ്മൾ വലിയ വണ്ടിയായിട്ട് പോയ കാരണം കൊണ്ടൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ബ്ലോക്കായിരുന്നു. പിന്നെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിട്ട് ആരും താമരപ്പാടത്തേക്ക് വരണ്ട. താമരപ്പാടെന്ന് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു എന്താ പറയുക, പഴയ നൊസ്റ്റാൾജിയയിലേക്ക് ഒന്ന് പോകാം എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പാലക്കാട് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ വെച്ച് വണ്ടിയിലുള്ളൊരു ഡാൻസൊക്കെ കളിച്ച് ഏകദേശം ഒരു 6:30-7 മണിയോടെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ നമ്മൾ താമരപ്പാടത്തിൻ്റെ മെയിൻ വീഡിയോ നമ്മൾ വേറെ ഇടുന്നുണ്ട്. താമരപ്പാടത്ത് എന്തൊക്കെ കാണാനുണ്ട്, അവിടെ വന്നാൽ എന്തൊക്കെ കാണാം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ട്രാവൽ വിത്ത് സജിൽ.